ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അബി. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു ദിനം ആശംസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്ന വീഡിയോ ഒരു ചീരത്തോരനാണ്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് ഞാൻ പറയാം. കാരണം ഞാൻ തന്നെ നട്ട് നനച്ച് വളർത്തിയ എൻ്റെ അടുക്കളത്തോട്ടത്തിൽ നിന്നുള്ള ചീര ഉപയോഗിച്ചിട്ടുള്ള തോരനാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ തോട്ടത്തിനെ കുറിച്ച് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പരീക്ഷണാർത്ഥം ഞാനൊന്ന് തുടങ്ങി വെച്ച ഒരു ചെറിയൊരു തോട്ടമാണ്, ചെറിയ രീതിയിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ വർഷം അത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ എനിക്ക് നല്ല രീതിയിൽ ചെയ്യാമെന്ന് കരുതി ഞാൻ തുടങ്ങിയിട്ടുള്ളതാണ്. ഇതാണ് എൻ്റെ അടുക്കളത്തോട്ടം. ചെറിയ രീതിയിൽ ഞാൻ ചെയ്തിട്ടുള്ളതാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ, ഞാൻ താമസിക്കുന്ന ഒരു ഫ്ലാറ്റിലാണ്, അതിൻ്റെ ടെറസിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കമ്പനി അക്കോമഡേഷൻ ആയതുകൊണ്ട് അതൊരു കുഴപ്പമില്ല, അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. വലുതായിട്ടൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ചീരയെല്ലാം പിച്ചിയതിന് ശേഷമാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അതിൽ വലുത് നോക്കി ഞാൻ പിച്ചിയെടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടി നിപ്പുണ്ട്. അപ്പോൾ എൻ്റെ തോട്ടത്തിൽ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ പറയാവേ. എനിക്ക് മല്ലിയില കിളിച്ചിട്ടുണ്ട്, പിന്നെ വെണ്ടയ്ക്ക ഉണ്ട്, ചീര കിളിച്ചിട്ടുണ്ടല്ലോ, അതല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ചീര കിളിച്ചു. പിന്നെ പാലക്ക്, കറിവേപ്പ് ഞാനിവിടെ അടുത്തുനിന്ന് തന്നെ വാങ്ങിയിട്ടുള്ളതാണ്. പിന്നെ പാവലുണ്ട്. പിന്നെ തക്കാളി കുറേയേറെ തൈകൾ കിളിച്ചിട്ടുണ്ട്. കായ്ക്കാൻ ഇച്ചിരി താമസം വരുന്നുണ്ട്, അതെന്താണെന്നറിയില്ല. പിന്നെ പാവൽ 2 കിളിച്ചിട്ടുണ്ട്, പിന്നെ അത് പൂത്തിട്ടുമുണ്ട്. പിന്നെ ഉള്ളത് ബ്രിഞ്ചാള് അത്യാവശ്യം നല്ലോണം കിളിച്ചിട്ടുണ്ട്, കാ വന്നിട്ട് തുടങ്ങിയിട്ടില്ല. പിന്നെ ചെറിയ ചെറിയ വേറെയും ചട്ടികളിലായിട്ട് ഞാൻ മല്ലിയിലയും പിന്നെ ചീരയും നട്ടിട്ടുണ്ട്. ഇത് വെണ്ടയാണ് കേട്ടോ. വെണ്ടയ്ക്ക ചെറുപ്പത്തിൽ തന്നെ അത് കിളിച്ചിട്ടുണ്ട്. ചെറുതായിരിക്കുന്ന തൈകളാണ്, പക്ഷേ പെട്ടെന്ന് തന്നെ കായ്ഫലം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് തന്നെ എല്ലാം കിളിക്കുന്നുണ്ട്. അധികം വെള്ളം ഒഴിക്കേണ്ടി വന്നിട്ടില്ല, തണുപ്പൊക്കെയാണ്. പിന്നെ നല്ല മഴ കിട്ടുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ നല്ല പറ്റിയൊരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ചീരത്തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം ഇനി. അപ്പോൾ കൂടുതലും ആൾക്കാർക്ക് ചീരത്തോരനൊക്കെ ഉണ്ടാക്കാൻ അറിയാമായിരിക്കും. അപ്പോൾ ഇത് അറിയാൻ വയ്യാത്ത ഈ ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയായിട്ടാണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാത്ത ഒരു സിമ്പിളായിട്ടുള്ള ചീരത്തോരനാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചീരയെല്ലാം നല്ലതുപോലെ കഴുകി ചെറുതായി അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു 5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യത്തിന് നിങ്ങൾ പച്ചമുളക് എടുത്താൽ മതിയാകും. പിന്നെ ഞാൻ ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ 1/2 കപ്പ് തുവരപ്പരിപ്പ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് പകുതി വേവിച്ച്, ഒരു വിസിൽ മതിയാകും നമുക്ക്. ഒരു പകുതി വേവോളം ആകുമ്പോഴത്തേക്കും നമുക്ക് അത് ഊറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ തോരപ്പരിപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ഞാനതിന് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. പാൻ ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ചീരയും സവോളയും പച്ചമുളകും കുറച്ച് ഉപ്പുപൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ചീരയ്ക്ക് അധികം വേവില്ലാത്തതാണ്, നമുക്കറിയാം. ഇലവർഗ്ഗങ്ങൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ തുവരപ്പരിപ്പ് നേരത്തെ വേവിച്ച് പകുതിയായിട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് തുവരപ്പരിപ്പ് കഴിക്കുമ്പോഴത്തേക്കും കുറച്ചൊന്ന് കടിക്കാൻ കിട്ടണം, അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ പകുതി വേവിച്ചെടുത്തിട്ടുള്ളത്. അധികം വെന്തുടഞ്ഞ് പോകാൻ പാടില്ല തുവരപ്പരിപ്പ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ശ്രദ്ധിച്ച് വേണം ചേർക്കാൻ, കാരണം നമ്മൾ തുവരപ്പരിപ്പിലും മഞ്ഞൾപ്പൊടി ചേർത്താണ് വേവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഉപ്പും ശ്രദ്ധിക്കണം വളരെയധികം. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉപ്പ് ഞാൻ പറഞ്ഞത് കാരണം നമ്മൾ പരിപ്പിലും ഉപ്പ് ചേർത്താണ് വേവിച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഉപ്പും വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ ഈ തോരനിലേക്ക് തീരെ വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു. പിന്നെ നമ്മുടെ ഈ തോരപ്പരിപ്പ് വേവിച്ചെടുക്കുന്ന അതിൻ്റെ ചെറിയ വെള്ളം ഉണ്ടാവും. പിന്നെ ചീരയിൽ നിന്നും തന്നെ ചീരയും സവോളയൊക്കെ വേവിക്കുമ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള വെള്ളം അതിൽ നിന്നും ഇറങ്ങുന്നുണ്ട്.
അപ്പോൾ ഇനി നമുക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തേങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. എനിക്ക് ഒരുപാട് തേങ്ങ ചേർത്ത് ഉണ്ടാക്കുന്ന തോരനാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പോളം തേങ്ങ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് വെള്ളം വറ്റിച്ച് തോർത്തിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചീരത്തോരനിലെ വെള്ളമെല്ലാം വറ്റി തോർന്ന് വന്നിട്ടുണ്ട്. ഇത് എത്രമാത്രം വഴറ്റിയെടുക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും ഈ തോരനിൽ. അതിലെ ആ തേങ്ങയൊക്കെ ഒന്ന് മുരിഞ്ഞ് നല്ലതുപോലെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ചീരത്തോരനല്ലേ ഇത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിലൂടെ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ പുതിയ നല്ല മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.